ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അൽഹംദുലില്ലാ ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു നാടൻ ഉച്ചയൂണിൻ്റെ റെസിപ്പീസൊക്കെ ഷെയർ ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആട്ടോ. ഇപ്പോൾ രാവിലെ തന്നെ മക്കളൊക്കെ ഇവിടെ കളി തുടങ്ങിയിട്ടുണ്ട്. ഇൽഹാൻ എത്തിയിട്ടുണ്ട്. അപ്പം ഇൽഹാനും അസാനും മൈസായും ഒക്കെ ഇവിടെ റേസും ഒക്കെ ആയിട്ട് കളിയാണ്. അപ്പം ഇൽഹാൻ പിന്നെ രാവിലെ എഴുന്നേറ്റ് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നേരെ ഇവിടെ വന്ന് ഡോറിൽ തട്ടലാട്ടോ കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും അവർ അവിടെ ഫുള്ള് കളിയാണ്. പിന്നെ അവിടെ നിന്ന് വന്ന് വിളിച്ച് ഫുഡ് കഴിക്കാനെന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചാൽ മാത്രമേ പോകത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അവരവിടെ കളിക്കട്ടെ. അപ്പോൾ ഫസ്റ്റായിട്ട് നമുക്ക് ചോറ് വെക്കാനായിട്ട് കുക്കറിലൊരു 3/4 ഭാഗത്തോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ വെള്ളം ഒന്ന് നല്ലപോലെ വെട്ടിത്തിളച്ച് വരുന്ന സമയത്ത് 3-4 വെള്ളത്തിൽ കഴുകി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു വലിയ ഗ്ലാസ്സിൽ 1/4 ഗ്ലാസ്സാട്ടോ എടുത്തിരിക്കുന്നത്. ചിലപ്പോൾ പിറ്റേ ദിവസത്തേക്കും ഉണ്ടാവും. മിക്കവാറും ചോറ് വയ്ക്കുമ്പം 2 ദിവസത്തേക്ക് കരുതിയിട്ടാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഫ്രൈഡേയിലത്തെ വ്ലോഗാണ്. അപ്പോൾ അതുകൊണ്ട് ഇക്കായും ഉച്ചയ്ക്ക് ചോറ് കഴിക്കാനായിട്ട് ഇക്കായും വരും. അപ്പോൾ ഞാനിവിടെ മൂന്നാർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ പാലക്കാടൻ മട്ട റൈസാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അത് ഒരു വിസിൽ വന്ന് ആവിയൊക്കെ പോകുമ്പോഴേക്കും ചോറ് നന്നായിട്ട് വെന്ത് കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ടാകും. ഒരുപാട് വെച്ചിരിക്കേണ്ട കാര്യമില്ല, പെട്ടെന്ന് അങ്ങ് വെന്ത് പോകുന്ന അരി കേട്ടോ. അപ്പോൾ എന്തായാലും കറക്റ്റ് ഒരു വിസിൽ വന്ന് ആവിയൊന്ന് പോയി കഴിയുമ്പോഴേക്കും കറക്റ്റാകും. പിന്നെ ചീരയാണ് തോരനായിട്ട് വെക്കുന്നത്. ഇന്നലെ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ 2 പിടി ചീര വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് കഴുകി അതിൻ്റെ മണ്ണും പൊടിയൊക്കെ പോയതിന് ശേഷം അവിടെ വെള്ളം ഡ്രെയിനാക്കാനായി വെച്ച് പിന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ തോരൻ വെക്കാനായിട്ട് ഒരു ഇതുപോലെ കടായി വെച്ച് കൊടുത്തിട്ട് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കടുക് പൊട്ടിച്ച് പിന്നെന്താണ് കറിവേപ്പില, വറ്റൽമുളക് ഇതൊക്കെ ഒന്ന് മൂപ്പിച്ച് എടുക്കുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചീര ചെറുതായിട്ട് കട്ട് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. ചീര ഇടുമ്പോൾ ഒരുപാടുണ്ടെന്ന് തോന്നും, പക്ഷേ ഇത് വാടി വരുമ്പോഴേക്കും കുറച്ചേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഈ ചീര ദൂരം വെക്കുന്ന സമയത്ത് ഒരു തുള്ളി പോലും വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടില്ല. കാരണം ഇത് ഇലയാണല്ലോ. അപ്പോൾ അതിൽ നിന്ന് വെള്ളം ചെറുതായിട്ട് ഇറങ്ങും. പിന്നെ ഇത് വേവാനായിട്ട് അധികം സമയവും വേണ്ട, പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. ചെറിയ തീയിലൊന്ന് വെച്ച് ഇങ്ങനെ ഒന്ന് വേവിച്ചെടുക്കുമ്പോഴത്തേക്ക് തന്നെ ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി നല്ല രീതിയിൽ വെന്ത് കിട്ടും. അപ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫുൾ ആ ഓയിലൊക്കെ ഒന്ന് മിക്സായി വരണം. അപ്പം പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പും കൂടി ഇളക്കി മിക്സാക്കിയതിന് ശേഷം അടച്ച് വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കുക. ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് അതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 3 പിടി തേങ്ങ ഇതുപോലെ മിക്സിൻ്റെ ചെറിയ ജാറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചിലപ്പം ഗ്രീൻ പീസ് അല്ല, ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്യുമ്പോൾ അതിൽ തന്നെ ഈ തേങ്ങയൊക്കെ ചോപ്പ് ചെയ്തെടുക്കും കേട്ടോ. അല്ലെങ്കിൽ മാത്രമേ മിക്സിയിലാക്കത്തുള്ളൂ. അപ്പോൾ അതിലേക്ക് 2 പച്ചമുളക്, 3 അല്ലി വെളുത്തുള്ളി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് ജീരകവും കൂടിയിട്ട് നല്ലപോലെ ഇങ്ങനെ ഒതുക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇപ്പം ചീരയൊക്കെ ഇവിടെ നല്ലപോലെ വാടിയൊക്കെ വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ അരപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി ചൂടാക്കി എടുക്കുമ്പോഴേക്കും നമ്മുടെ ചീരത്തോരൻ റെഡിയാകും. അപ്പോൾ ചീരത്തോരൻ ഉണ്ടാക്കാൻ പെട്ടെന്ന് ആകും കേട്ടോ. കാരണം പെട്ടെന്ന് ഇത് വാടി വരുമല്ലോ. അപ്പോൾ നമുക്ക് രാവിലെയൊക്കെ പെട്ടെന്ന് ധൃതിയിലൊക്കെ ഇരിക്കുന്ന സമയത്താണെങ്കിൽ ഇതുപോലെ ചീരത്തോരനാണെങ്കിൽ പെട്ടെന്ന് വെന്ത് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് മിക്സായി ഈ അരപ്പൊന്ന് ചൂടായി വരണം. അത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ തോരനൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് റെഡിയായതിന് ശേഷം ഞാനൊരു മറ്റൊരു പാത്രത്തിലേക്ക് ഉടനെ തന്നെ മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് മീൻ കറി ഉണ്ടാക്കാനായിട്ട് മീൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ മുന്നേ വാങ്ങിയ ചെമ്പല്ലീൻ്റെ കുറച്ച് മീൻ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് കറിയാക്കാനായിട്ടുണ്ടോ. അപ്പോൾ അത് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം പിന്നെ അതിലേക്ക് അരപ്പുണ്ടാക്കാനായിട്ട് കുറച്ച് തേങ്ങ, ഒരു അരമുറിയില്ല, അതിൽ കൂടുതൽ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി,
ഒരു ടേബിൾ സ്പൂണ് ചില്ലി പൗഡർ ഞാൻ മിക്സ് ചെയ്തിട്ടാട്ടോ, ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി, പിന്നെ 1/2 ടീസ്പൂൺ സാദാ മുളക് പൊടി, പിന്നെ ഒരു 3 ചെറിയ ഉള്ളി, ഒരു 1/2 ടീസ്പൂൺ ഇല്ല, ഒരു 1/4 ടീസ്പൂണോളം ഉലുവ, വറുത്ത ഉലുവ, പിന്നെ ഒരു നാരങ്ങ വലിപ്പത്തിൽ പുളി വെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് നല്ലപോലെ പേസ്റ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇവിടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനിപ്പം തിളപ്പിച്ചെടുക്കുവാണ്. അപ്പോൾ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് ആ മിക്സിൻ്റെ ജാറ് കഴുകിയിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഒരു തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇത് നല്ലപോലെ ഒന്ന് തിളച്ചെടുക്കണം. തിളപ്പിച്ച് വരുമ്പോഴാണ് ഇതിലേക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത്. അപ്പം ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീനൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മീൻ പൊടിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇരുന്ന് ഇങ്ങനെ തിള വരുന്ന സമയത്ത് പിന്നെ ഒന്ന് തീ ഒന്ന് കുറച്ച് വെച്ച് ഇതൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. ഇടയ്ക്ക് ഒന്ന് ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ പൊടിയാണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരം ആ ഒരു സ്റ്റൈലൊക്കെ ഇങ്ങനെ തേങ്ങ അരച്ച മീൻ കറി ആട്ടോ. ഞങ്ങൾക്കൊക്കെ ഏറ്റവും ഇഷ്ടം ഈ തേങ്ങ അരച്ച മീൻ കറിയാണ്. മറ്റേ പുളി വെക്കുന്ന മീൻ കറി അത്രയ്ക്ക് ആർക്കും അങ്ങോട്ട് ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ വെക്കാറില്ല. തേങ്ങ അരച്ചതാണ് കൂടുതലും ഇഷ്ടം. അപ്പോൾ എനിക്കിപ്പോൾ കപ്പേൻ്റെ കൂടെയൊക്കെ ഇഷ്ടമാണ്, പക്ഷേ ഈ ഇക്കാക്കൊക്കെ ആണെങ്കിലും കൂടുതലും ഈ തേങ്ങ അരച്ച മീൻ കറിയാണ് ഇഷ്ടം. അപ്പോൾ ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ കപ്പ ഒന്ന് ഇങ്ങനെ വേവിക്കാനായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കും. ഒരുപാട് ചെറുതാക്കണ്ട, കാരണം കുക്കറിലിട്ട് വേവിക്കുന്നതായതുകൊണ്ട് തന്നെ ഒരുപാട് ചെറുതാക്കേണ്ട കാര്യമില്ല. ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഉപ്പ്, മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടിട്ട് കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് വേവിച്ചെടുക്കുക. ഒരു 3 വിസിൽ വരുന്നവരെ ഞാൻ വേവിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക, പിന്നെ ഒരു 1/2 ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കുക്കർ അടച്ച് വെച്ച് ഒരു 3 വിസിൽ. അപ്പോൾ നല്ല ഉടഞ്ഞ് വരുന്നതാണ് ഇവിടേക്കാൾക്ക് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ 3 വിസിൽ ഞാൻ കേൾപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പം 3 വിസിൽ കേട്ട് വന്നപ്പോഴത്തേക്കും നല്ലപോലെ ഇത് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഇങ്ങനെ ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കുക. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ കപ്പ മീൻകറി, കപ്പ അവിച്ചത്, പിന്നെ ഈ മുളകൊക്കെ കൂട്ടി കഴിക്കുമല്ലോ, ഇങ്ങനെയുള്ള ഈ നാടൻ ഐറ്റംസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചക്ക, കപ്പ, മരിച്ചീനി, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം അതിലത്തേക്ക് ഇനി അരപ്പ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് കുറച്ച് തേങ്ങയും ഒരു 2 ചെറിയ ഉള്ളിയും 2 വെളുത്തുള്ളിയും 2 പച്ചമുളകും 1/2 ടീസ്പൂണ് ജീരകവും കൂടി എടുത്ത് ഒന്ന് ഇങ്ങനെ ഒന്ന് ഒതുക്കിയെടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഉടഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ അരപ്പുണ്ടല്ലോ, റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു അരപ്പും കൂടെ ഇട്ടിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണം. ഈ അരപ്പ് നല്ലപോലെ കപ്പയിൽ മിക്സായി വരണം കേട്ടോ. നല്ലപോലെ ഫസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഉടച്ചെടുക്കുക. എന്നിട്ട് ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മുടെ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് ഇതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇങ്ങനെ ഒഴിച്ച് അതൊന്ന് കുക്കറൊന്ന് അടച്ച് വെക്കുക കേട്ടോ. മിക്സ് ചെയ്യുന്നത് കഴിക്കാൻ എടുക്കുന്ന ഒരു സമയത്ത് ആ ഒരു എണ്ണ മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കപ്പയും ഇവിടെ ഓൾമോസ്റ്റ് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പീസ്. അപ്പം ഇതൊക്കെയാണ്. പിന്നെ അച്ചാറുണ്ടായിരുന്നു, പിന്നെ തൈര്, ഇതൊക്കെ കൂട്ടിയിട്ടാണ് ഇന്നത്തെ ഫുഡ് കഴിക്കുന്നത്. പിന്നെ തലേ ദിവസത്തെ ഒരു ഫിഷ് ഉണ്ടായിരുന്നു കേട്ടോ, ചാള ഫിഷ്. അപ്പോൾ അതും ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഇക്കാക്ക് ഫ്രൈ വേണമെന്ന് നിർബന്ധമാണ്. അപ്പോൾ എനിക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ പിന്നെ അത് ഫ്രൈ ആക്കിയിട്ട് ഇക്കാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ചോറ്, ചീരത്തോരനും നമ്മുടെ ചെമ്പല്ലി ഫിഷ് കറിയും മരിച്ചീനിയും ഒക്കെ കൂട്ടിയിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ മോര് ഇതുപോലെ സംഭാരം പോലെ അരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുടിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരേക്കും ബൈ.